കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകളിൽ മരുന്നിന് 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന ബോർഡുകൾ പ്രദർശിപ്പിച്ച് മരുന്നുകൾ വിൽക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ്. വിവരാവകാശ പ്രവർത്തകനായ കോടാശ്ശേരി പഞ്ചായത്തിലെ കുറ്റിക്കാട് പടിഞ്ഞാറേക്കര PL ജേക്കബ് ഇത് സംബന്ധിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. എന്നാൽ പല മെഡിക്കൽ ഷോപ്പുകളിലും വിധി നടപ്പിലാക്കിയിട്ടില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞു. ഇതിനെതിരെ കോടതിയെ സമീപിക്കും. വില കുറഞ്ഞ മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതിനാലാണ് കോടതിയെ സമീപിച്ചതെന്ന് ജേക്കബ് പറഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, കേരള സംസ്ഥാനത്ത് 10,000-കണക്കിന് മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇതിൽ ഒട്ടുമിക്ക മെഡിക്കൽ ഷോപ്പുകളിലും മുൻവശത്തായിട്ട് 20% മുതൽ 40% വില കുറവിൽ, അങ്ങനെ 80, 60, 70, 80% വില കുറവിൽ ബോർഡ് വെച്ച് മരുന്ന് വെക്കുന്നുണ്ട്. ഈ ബോർഡ് പാടില്ല എന്നും പറഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോൾസ് 2024 സർക്കുലർ. കാരണം ഈ സർക്കുലർ പറയുന്നത് തന്നെ 15-നും 18% താഴെ ലാഭം സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ വിലയ്ക്ക് മാത്രമേ ഈ മരുന്ന് വിൽക്കാവൂ, ബോർഡ് വെച്ച് മരുന്ന് വിൽക്കരുതെന്നും പറഞ്ഞ് വളരെ ഇതുണ്ടായിരുന്നു. ഇത് പ്രകാരം കേരള സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ ഷോപ്പുകൾക്കും ഡ്രഗ് കൺട്രോൾസ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുത്തപ്പോൾ 2 മെഡിക്കൽ ഷോപ്പുകൾ, ഇടുക്കി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുള്ള 2 മെഡിക്കൽ ഷോപ്പുകൾക്ക് അവർക്ക് ബോർഡ് വെച്ച് വിൽക്കണം, ഞങ്ങൾക്ക് വില കുറച്ച് വിൽക്കണം എന്നും പറഞ്ഞ് കോടതി അത് പറ്റില്ല എന്നും പറഞ്ഞ് ഒരു ഇൻട്രീം ബോർഡ് എഴുതി. അപ്പൊ കോടതിനെ അവരിട്ട് കളിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മറ്റൊരു കേസ് കൊടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഓർഡർ നടപ്പാക്കണമെന്നും വില കുറച്ച് മരുന്ന് വെക്കുന്നത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നാണെന്നും ഈ വില കുറച്ച മരുന്നിന്റെ ചാലക്കുടിയിൽ റിലീഫ് മെഡിക്കൽസ് എന്ന് പറഞ്ഞ ഒരു 5,000 രൂപയോളം ഞാൻ വാങ്ങിച്ച മരുന്നിന്റെ ബില്ലും ഞാൻ പ്രൊഡ്യൂസ് ഈ സർക്കാരിന്റെ ഓർഡർ ചലഞ്ച് ചെയ്തു. അവസാനം ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല മെഡിക്കൽ ഷോപ്പുകളും മാന്യമായ മരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് ബോർഡ് ഇല്ലാതെ. കാരണം ഈ 18% ലാഭം കിട്ടുന്നത് 80% വരെ എങ്ങനെ ബോർഡ് വെച്ച് വെക്കാൻ സാധിക്കുന്നു? അത് ഒരു ഫാർമസ്യൂട്ടിക്കൽസ് ഒരു മരുന്ന് ഒരു കമ്പനി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം അതേ പേരിൽ അതേ മരുന്ന് പല ഗുജറാത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും പല വീട്ടിൽ ഈ കൊണ്ടുവരുന്ന റെപ്രസെൻറ്റേറ്റീവ് തന്നെ കൊണ്ടുവെക്കണേ. അതിന് അവർക്ക് 70-75% ലാഭമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വിൽക്കുന്നത്. അപ്പൊ കോടതി ഈ 2 കൂട്ടരെയും വില കുറച്ച് വിൽക്കുന്നവരുടെയും വില കുറച്ച് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് വാദം കേട്ട് കോടതി ഈ കഴിഞ്ഞ ജൂൺ 19 ഉത്തരവ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ബോർഡുകളോ മറ്റുള്ളോ വെച്ച് വിൽക്കാൻ പാടില്ല, വില കുറച്ച് ബോർഡ് വിൽക്കാൻ പാടില്ല. അടുത്ത ലൈസൻസ് പുതുക്കുമ്പോൾ അതിപ്പോൾ സത്യവാങ്മൂലം വാങ്ങിക്കണം. എത്രയും പെട്ടെന്ന് ഈ ബോർഡുകൾ ഡ്രഗ് കൺട്രോൾസ് ഡിപ്പാർട്ട്മെന്റ് കടക്കാർ മാറ്റിയില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ മാറ്റി തരുന്നത്. പക്ഷെ 19 ഉത്തരവ് വന്നിട്ടും ഇന്നേ വരെ ഒരു കടയുടെ ബോർഡ് മാറ്റിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്, തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.